പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഉപവാസത്തോടുകൂടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ദൈവത്തിന്റെ വഴികളെ ഓർത്ത് കർത്താവിന്റെ വിധങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഇന്ന് അതേ പകൽവേളയിലും ബഥേൽ ചർച്ചിന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പല പ്രിയപ്പെട്ടവരും പല ഇടങ്ങളിലായി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് ഇന്ന് പകൽവേളയെ അനുഗ്രഹിക്കട്ടെ. ഹോം ചർച്ചിലായിരിക്കുന്ന എന്റെ വാത്സല്യ ദൈവമക്കൾ അവർക്ക് കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്വാഗതവും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പല പ്രിയപ്പെട്ടവർ പുറത്തുനിന്നുള്ള പല പ്രിയപ്പെട്ടവരും ഇന്ന് ഈ ആരാധനയിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പല രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് പങ്കുചേരുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനവും അതേ നന്ദിയും അറിയിക്കുന്നു. നിങ്ങളെ ഞാൻ അതേ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നോടൊപ്പം ആയിരിക്കുന്ന കർത്താവിന്റെ ദാസിദാസന്മാർ കുഞ്ഞുങ്ങൾ അവരെയും ദൈവം ഇന്ന് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഭാരത്തിലും വേദനകളൊക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യക്തമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അത് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ അല്ലെങ്കിൽ ദൈവം നമ്മെ നിറച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അല്ലെങ്കിൽ നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ അനേക സമയങ്ങളാണ് അല്ലെങ്കിൽ മണിക്കൂറുകളാണ് അല്ലെ. ഏറ്റവും അധികം പ്രാർത്ഥിക്കുവാൻ, ഏറ്റവും കൂടുതൽ വചനം ധ്യാനിക്കുവാൻ, ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ അത് ഉപവസിക്കാനൊക്കെ നൽകുന്ന ലഭിക്കുന്ന സമയമാണ് നമുക്കിത്. ഈ സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ് അല്ലെ. ലോകത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് കൊണ്ടാണ് അത് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ ഒന്നും വളരാനെ പുഷ്ടി പ്രാപിക്കാനെ ഒക്കെ അനേകരുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് അല്ലെ. ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുക, ദൈവത്തോടു കൂടി ആയിരിക്കുക, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുക അല്ലെ. എല്ലാത്തിനും ഒരു സമയം നമുക്ക് ദൈവം തന്നിരിക്കുക അല്ലെ. ഏറ്റവും അധികമായി മാനസാന്തരപ്പെടാനായിട്ടുള്ള നമ്മൾ എവിടെയൊക്കെയോ നമ്മൾ മാനസാന്തരം എന്ന് ഓർക്കുമ്പോൾ വലിയ ഏതോ വിഷയത്തിൽ കിടക്കുകയാണ് അവിടുന്ന് മടങ്ങി വരിക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വരിക അല്ല. അതെ, ചെറിയ ചെറിയ പല തെറ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻപോട്ട് പോവുകയാണ് അല്ലെ. നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന ചിലർക്കറിയാം, ചെറിയ ചെറിയ കംപ്ലൈന്റ്സ് ഒന്നും പെട്ടെന്നൊന്നും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതിനെ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല അല്ലെ. ചിലർ അങ്ങനെ ഓടിച്ചുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട്, ഇനി മുമ്പോട്ട് ഓടാൻ മേലാതെ എവിടെയെങ്കിലും വഴിയിൽ കിടക്കുമ്പോഴാണ് അവര് അവസാനം വർക്ക്ഷോപ്പിൽ അത് കൊണ്ടെത്തിക്കാനിടയായിട്ട് അല്ലെ ഒരു മെക്കാനിക്കിനെ സമീപിക്കാനിടയായിരുന്നു അല്ലെ. അതുവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഓയിൽ മാറേണ്ടത് കാണും, ടയർ ചെക്ക് ചെയ്യേണ്ടത് കാണും, മൊത്തത്തില് അലൈൻമെന്റ് ഒക്കെ ഒന്ന് നോക്കണം, ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ചിലപ്പോ എന്താണ് അതൊക്കെ നോക്കേണ്ട വന്നാലും സാരമില്ല, കാരണം വണ്ടി ഓടുന്നുണ്ട്, കുഴപ്പമില്ല. വണ്ടി ഓടുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇനിയും കുറെ നാളോട് മുമ്പോട്ട് പോകുന്ന അല്ല. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഏതെങ്കിലും എന്താണ് വഴിമുട്ടി അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ സാധിക്കാതെ ചിലയിടങ്ങളിൽ എന്ത് ചെയ്യുന്നു, അത് ബ്രേക്ക് ഡൗൺ ആകുവാൻ ഇടയായിത്തീരും. എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ മുൻപോട്ട് പോകുന്ന വഴിക്ക് എന്താണ് നമ്മൾ അറിയാതെ നമ്മൾക്ക് ചില ഇതിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യാൻ, ഇപ്പം നമ്മൾ ഓർക്കും ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു സ്ഥലത്ത് നമുക്ക് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നമ്മൾ പോവുക, അവിടെ നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞേനെ. പക്ഷെ അതിനു മുമ്പേ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ പലരുടെ അനുഭവത്തിൽ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി തീർന്നിട്ടുണ്ട് അല്ലെ. എന്നാൽ അവിടൊക്കെ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. എന്നതുപോലെ ആത്മീയ ജീവിതത്തിലും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ പോവുക. എന്നാൽ അതിപ്രധാനമായ ചില ആത്മീയ അനുഗ്രഹത്തിലേക്ക്, ചില ഭൗതികമായ വിടുതലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ എന്തായിരുന്നു, അവിടെ എവിടെയോ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന അത് ചില പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ചില വ്യക്തികളെ എന്താണ് അവിടെ എന്ത് ചെയ്യുന്നു, അതേ സ്തോത്രം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഇന്ന് അതേ പകൽ ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ ഈ എല്ലാം ഈ മാസത്തിൽ ദൈവം അവരെ ഒന്ന് പണിതെടുത്തുവാനായിട്ട് ദൈവം അതേ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരുപാട് പദ്ധതികളുണ്ട് അല്ലെ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് മാനസാന്തരപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, മാനസാന്തരപ്പെട്ടുകൊണ്ട് റിപ്പറ്റൻസ് നമുക്ക് ആവശ്യമാണ്, ഒരു മടങ്ങി വരുവാൻ നമുക്ക് ആവശ്യമാണ്. എല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് അല്ലെ പ്രിയപ്പെട്ടവരെ. എന്നാലും നമുക്കൊരു അനുഗ്രഹം ലഭിക്കത്തുള്ളൂ. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് നമുക്ക് നമ്മളൊന്ന് മടങ്ങി വന്ന ദൈവനെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് വഴിയിലെങ്ങും കിടന്നു പോകാതിരിക്കേണ്ടതിനായിട്ട്, വഴിയിലെങ്ങും എന്താണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് പരിശോധിക്കുന്ന ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ കാര്യങ്ങളൊന്നും ഒരു പക്ഷെ കാണത്തില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം.
ഒരുപക്ഷെ അവരോട് പകയായിരിക്കാം, ചില മുഷിച്ചിലായിരിക്കാം, ചിലരോടുള്ള വിദ്വേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് അത് ഭയങ്കര തിന്മയായിട്ട് ഇങ്ങനെ വളർന്നിരിക്കുകയായിരിക്കും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അത് ആകുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആവും, അല്ലെ? വളരെ ഫ്രീ ആവും. മാത്രമല്ല, മറ്റുള്ളവർ ക്ഷമിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ മനഃപൂർവ്വമായി ക്ഷമിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആരോടൊക്കെയോ നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ഷമിക്കാനായിട്ട് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അത് നമുക്ക് ആരോടൊക്കെയോ നമ്മൾ പറഞ്ഞ വാക്കുകൾ മുറിവായിട്ട് കിടപ്പുണ്ട്, അങ്ങനെ ഇരിക്കട്ടെ, അത് അത്യാവശ്യമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോടല്ല, അത്യാവശ്യമല്ല, അത് നിനക്ക് നിന്റെ ജഡത്തിനാണ് അത് അത്യാവശ്യം. ആത്മാവിൽ എന്താണ്? നിന്റെ അകത്തെ ദുഃഖിക്കുക. ഹല്ലേലൂയ. നമ്മൾ അത്യാവശ്യമാ, അത് ഞാൻ പറഞ്ഞ് നന്നായി പോയി എന്ന ഒരു മനോഭാവത്തിലിരിക്കാതെ നമ്മൾ ഇന്ന് പകലൊന്ന് വിട്ട് കളഞ്ഞാട്ടെ. സ്തോത്രം. അല്ലെങ്കിൽ ഈ ആരാധന തീർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ വിളിച്ച് ഒന്ന് ക്ഷമ പറയാൻ കഴിയുന്നെങ്കിൽ ഇന്നത്തെ ആരാധന വലിയൊരു വിടുതലായി തീരുമാനമായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയ ദൈവമക്കളോട്, പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ അത് എനിക്ക് പറയാനുള്ള ഏറ്റവും അതിപ്രധാനമായ കാര്യം ഒരു മാനസാന്തരം, ഒരു മടങ്ങിവരവ് നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നത്, അല്ലേ? നമ്മൾ എന്തൊക്കെയോ മീറ്റിങ്ങുകളൊക്കെ ഒരുപാട് സംഘടിപ്പിച്ചും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ എത്ര പേര് അവനവനെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, എത്ര സമയം തങ്ങളെ തന്നെ ഒന്ന് ദൈവസ്ഥലത്തിൽ ഒരു ആത്മതപനത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്? നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ, അല്ലേ? നമ്മൾ കൂടി നമ്മളെ തന്നെ ഒരു ആത്മതപനം, അല്ല, പ്രോഗ്രാമുകൾ ഒത്തിരി മീറ്റിംഗ് ചെയ്തിട്ടുണ്ട്, കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്, ഫാസ്റ്റിംഗ് പ്രയർ 21 days കഴിയുമ്പോൾ 40 days നമ്മൾ നടത്തും. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം എന്നെ കർത്താവ് അങ്ങേക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മട്ടിലാണോ ഞാൻ ആയിരിക്കുന്നത്? എന്നെ കർത്താവ് അതേ സ്തോത്രം ദൈവത്തിന് അതേ ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണോ ഞാൻ ആയിരിക്കുന്നത് എന്ന് നമ്മൾ എത്രത്തോളം ഏതെങ്കിലും ദിവസം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളൊന്നും ചിന്തിക്കുവാനിടയായി തരാം. ഈ ലോക്ക്ഡൌൺ നമ്മുടെ മുൻപിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളെല്ലാം അത് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് ഞാൻ ഇന്ന വിഷയങ്ങളിൽ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭജനം വായിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒന്നുകൂടെ കടന്നു വരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിലേക്ക് ഞാൻ വേഗത്തിൽ ഒന്ന് പ്രവേശിക്കുവാൻ അത് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഹബക്കുക്കിന്റെ പ്രവചനം, ഹബക്കുക്ക് chapter 3:17. ഹബക്കുക്കിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വചനഭാഗമാണ്. അത്യവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. മതി. അനുഗ്രഹിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഹോം ചർച്ചിലായിരിക്കുന്ന എല്ലാവരും എടുക്കാൻ ബൈബിൾ ഉള്ളവരെല്ലാവരും ബൈബിൾ എടുത്ത് നോക്കണം കേട്ടോ. ഇത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, എടുത്ത് ഒന്ന് കണ്ടുപിടിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ ഒന്നുകൂടെ പറയുന്നു, ഹബക്കുക്ക് chapter 3:17, 3:17. വളരെ പരിചിതമുള്ള ഒരു വാക്കാണ്. അത് അനവധി തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ഫ്രൈഡേയിലും ഒക്കെ നമ്മെ സംബന്ധിച്ച ആരാധനയിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. പുറത്തുനിന്നുള്ള ചർച്ചിന് പുറത്തുനിന്നുള്ളവർ, അവരോടുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഏതാണ്ട് 3000-ലധികം ആളുകൾ ഈ ശുശ്രൂഷയെ അനുഭവിക്കുവാനും ശ്രമിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. നിങ്ങളെ ഓരോരുത്തരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വായിക്കുന്നു, അത്തിവൃക്ഷം തളിർക്കയില്ല. ഹബക്കുക്കിനോടുള്ള അല്ലെങ്കിൽ ഹബക്കുക്കിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു വിശ്വാസ സ്ഥിരതയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴും നെഗറ്റീവായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മാത്രം പറഞ്ഞു. ഒന്ന്, അത്തിവൃക്ഷം എന്ത് ചെയ്യത്തില്ല? തളിർക്കത്തില്ല. അടുത്ത, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല. ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം കേൾക്കുന്നത് എന്താണ്? നമുക്കൊരു അനുഗ്രഹത്തിന്റെ ദൂതൊന്നും അല്ലല്ലേ? അനുഗ്രഹത്തിന്റെ ഒരു ദൂതല്ല കേൾക്കുന്നത് മൊത്തം എന്താണ്? ശൂന്യമാകുന്നത്.
ഇല്ലാതായി പോകുന്നത്, അനുഭവം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത്, ഗോശാലകളിൽ കന്നുകാലികൾ കാണത്തില്ലെന്ന് പറയുന്നത്, ഇതെന്താ അതിനകത്തൊരു വിശ്വാസ സ്ഥിരത എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലെ. ഇവിടെ വായിക്കുന്നു, സ്തോത്രം, ഇംഗ്ലീഷ് എന്ന് വായിച്ചാട്ടെ. ഉറപ്പ് വായിച്ചു. Though the fig tree may not blossom, fig tree shall not blossom, nor fruit be on the vines, though the labor of the olive may shall fail, and the fields yield no food, though the flock may be cut off from the fold, and there be no herd in the stalls. herd in the stall. ഇവിടെ വായിക്കുന്ന വചനം പ്രിയപ്പെട്ടവരെ സ്തോത്രം, അതായത് ഇംഗ്ലീഷ് ബൈബിളുള്ളവരൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഉണ്ട്. ഇവിടെ വായിച്ച് നമ്മൾ കേട്ടല്ലോ, അവിടെ ഫസ്റ്റ് വേർഡ് എന്താണ് വായിക്കുന്നത്? ഫിഗ് ട്രീ ഷാൽ നോട്ട് ബ്ലോസം അല്ലെ. അപ്പം അവിടെ വായിക്കുന്ന ഒരു വചനം അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ അത്തിവൃക്ഷം തളിർക്കത്തില്ല, നല്ല വാക്ക്, അത് സെയിം വേർഡ്. അതെന്താ ബ്ലോസം എന്ന് പറയുമ്പോൾ അതിന്റെ മുള അല്ലെങ്കിൽ അതിന്റെ തളിർപ്പ്, ഉയർന്നു വരുന്ന ചില തളിർപ്പ് അതെന്താണ് ഉണ്ടാകത്തില്ല. സ്തോത്രം. ഇത് പ്രവചനപരമായിട്ട് ഒരുപാട് ഇസ്രായേലിനെ കാണിക്കുന്നു, യഹൂദനെ കാണിക്കുന്നു, അങ്ങനെ ഒത്തിരി പ്രവചനം. ഞാൻ ആ പ്രവചന ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, വിശാലമായ സംസാരിക്കാനുള്ള ഒരു സമയമായിട്ട് ഞാൻ ഇതിനെ എടുക്കുന്നില്ല. ഒരു ഷോർട്ട് ടൈം ആയതുകൊണ്ട് നമ്മൾ ഈ അതിന്റെ നിലയിൽ അത് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റു വ്യാഖ്യാനങ്ങളൊക്കെ അതിനുണ്ട്, അതിലേക്ക് പ്രവേശിക്കാതെ തന്നെ നിൽക്കണം, കാരണം നമുക്കത് പിന്നെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും ഈ സമയത്തിന്റെ ഉള്ളിൽ. ഇവിടെ വായിക്കുന്ന അത്തിവൃക്ഷം തളിർക്കത്തിൽ, അതിനൊരു ബ്ലോസം, അതിനൊരു എന്താണ് തളിർപ്പ്, അല്ലെങ്കിൽ അതിനൊരു മുള, അടുത്ത മുളയിലേക്ക് അത് പോകത്തില്ല. അപ്പം എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. എന്താണ് അവിടെ ആ ദേശത്ത് അതൊരു എന്താണ് ഒരു അത്തി എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. യഹൂദനെ കാണിക്കുന്നതൊക്കെ നമുക്കറിയാം. അത് അവർക്കൊരു ബ്ലെസ്സിങ്ങിന്റെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത് വായിക്കുകയാണ്, എന്താണ് വായിക്കുന്നത്? മുന്തിരി എന്താണ്? മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പറയുകയല്ലേ, അതേ സ്തോത്രം, വലിയ അനുഭവമൊന്നുമില്ല. ഇവനെ കൊണ്ട്, ഈ കുടുംബത്തെ കൊണ്ട്, അല്ലെങ്കിൽ എന്റെ തലമുറയെ കൊണ്ട് എനിക്ക് ഒരു അനുഭവം ഇല്ല എന്ന് പറഞ്ഞ ഒത്തിരി പേര് ഒരുപക്ഷെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ പലരും, എല്ലാവരും അല്ല കേട്ടോ, ചിലരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു അനുഭവം ഇല്ല അവനെ കൊണ്ട്, അവളെ കൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തെ കുറിച്ച്, ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ വിലപിച്ചിട്ടുള്ളവർ അല്ലെ. അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു അനുഭവം ഉണ്ടാകണം അല്ലെ. സ്തോത്രം. എന്താണ്? അപ്പോൾ മുന്തിരി വള്ളി അവർക്ക് ഏറ്റവും പ്രധാനമായ ഒന്ന് എന്താണ്? വൃക്ഷങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞ ആത്തി, മുന്തിരി, ഒലിവ് ഒക്കെ അവർക്ക് ഏറ്റവും പ്രധാനമായ കാര്യങ്ങളാണ്. പക്ഷെ ഞാനിത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. നിനക്ക് ചിലതെങ്കിൽ നിന്ന് ചിലതിന്റെ തളിർപ്പ് കണ്ടില്ലെങ്കിൽ നമ്മൾ അതിൽ എന്താ പറയുന്നത്? നമ്മൾ ഭാരപ്പെടുക ചെയ്തു അല്ലെ. ചിലതിന്റെ തളിർപ്പുണ്ടായില്ലെങ്കിൽ, ഇത്രയും നാളായിട്ട് അല്ലെ, ഇത്രയും വർഷമായിട്ട് എനിക്കൊരു ഭവനം പണിയാൻ പറ്റിയില്ല, നമുക്ക് ഒരു തളിർപ്പുണ്ടായിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ, ഭാരമാ അല്ലെ. ഞാൻ കർത്താവിനെ സേവിച്ചു, ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവിനെ സേവിച്ചിട്ട് എനിക്കൊരു നല്ലൊരു ഭവനത്തിൽ കിടക്കാനുള്ള യോഗമില്ലല്ലോ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഇന്ന കാര്യങ്ങൾ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, 3-4 പേരൊക്കെ കാണും. പക്ഷേ പല എന്താണ് വിശ്വാസത്തിലല്ലാത്ത പലവരും എന്ത് ചെയ്യുന്നു? അവിടെ മക്കൾ വീട് പണിയുന്നു, അവിടെ മക്കൾ എന്ത് ചെയ്യുന്നു? അപ്പനെ അമ്മയും വെളിയിൽ വിദേശത്ത് കൊണ്ട് വിസിറ്റിങ്ങിന് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നു. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ, പക്ഷെ അവർക്ക് എന്താണ് ഇന്നും വളരെ ബുദ്ധിമുട്ടുകളിലും എന്താണ് വളരെ ഞെരുക്കത്തിലും കൂടിയാണ് എന്റെ തലമുറയൊക്കെ കടന്നു പോകുന്നത്. എന്താണ് അല്ലെ? അപ്പം നമ്മുടെ മനസ്സങ്ങ് ആത്മീയമായിട്ട് പലപ്പോഴും പലരുടെയും വിശ്വാസം ക്ഷീണിച്ചുള്ളിലിരിക്കുക. പക്ഷെ എല്ലാ സൺഡേ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ ഫ്രൈഡേയും ആരാധനയ്ക്ക് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. അതെ എന്നാ ഇത് അല്ലെ? നമ്മളെല്ലാം കേട്ടിട്ടുള്ള, നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ള, നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ എന്താണ് കർണപടങ്ങളിൽ വന്ന് അടിക്കുന്നവക, നിന്നെ ദൈവം അനുഗ്രഹിക്കും, അതെ നിന്നെ എന്താണ് നീ വലിയ സത്യമാ പ്രിയപ്പെടാൻ, നിനക്ക് തളിർപ്പുണ്ടാവണം, നിനക്ക് അനുഗ്രഹം ഉണ്ടാവും, ഒക്കെ ചെയ്യും. അതെ ഇതൊക്കെ ഇതാണ്. പക്ഷെ പലപ്പോഴും ഇത് ഒരുപാട് പ്രസംഗം കേട്ടിട്ടും എന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് വീട്ടിൽ വന്നിരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സഭയിൽ എഴുന്നേറ്റുന്ന സാക്ഷ്യം പറയും, മറ്റുള്ളവരോട് സുവിശേഷം പറയും, വീട്ടിൽ എന്താണ് ഉപവാസ പ്രാർത്ഥന നടത്തും, ഫാസ്റ്റിംഗ് പ്രേയറിനൊക്കെ കടന്നു പോകും, എല്ലാം ചെയ്യും. പക്ഷേ അപ്പോൾ നമ്മുടെ അകത്ത് എന്താണെന്നറിയാമോ? എന്തോ ഒരു ഭാരം, അല്ലെങ്കിൽ എന്തോ ഒരു വേദന നമ്മെ പലപ്പോഴും അത് അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് പകൽ അതിന് ദൈവത്തെങ്കിൽ നിന്നുള്ള ഒരു പരിഹാരത്തിനാണ് ഞാൻ ഈ മെസ്സേജ് ഇന്ന് എടുക്കുന്നത്. പ്രിയ ദൈവമക്കളെ, അത്തി തളിർത്തില്ലെങ്കിലും മുന്തിരി എന്താണ്? അനുഭവം ഉണ്ടാകത്തില്ല അല്ലെ. അനുഭവം ഉണ്ടാകത്തില്ല. മുന്തിരിക്ക് അനുഭവം ഇല്ല, പിന്നെ എന്താ അല്ലെ? അതിനൊരു വീഞ്ഞുണ്ടായില്ലെങ്കിൽ, അതിനകത്ത് നിന്നൊരു എന്താണ് മുന്തിരി ഉണ്ടായില്ലെങ്കിൽ, അതിനകത്ത്
അതിനകത്ത് നിന്ന് നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ഉണ്ടായില്ലെങ്കിൽ പിന്നെ മുന്തിരിയുടെ പ്രയോജനം എന്താ, അല്ലെ? സ്തോത്രം. അടുത്തത് പറയുന്നു എന്താണ്? ഒലിവ് എന്താണ്? ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ചില പ്രയത്നമൊക്കെ നീ ചെയ്തിട്ടുണ്ടല്ലേ? ചില തളിർപ്പുണ്ടാന്ന് വിചാരിച്ചിട്ട് തളിർക്കുന്നില്ല, അതുപോലെ തന്നെ നിൽക്കുക, അല്ലെ? കായും പൂവില്ല, കായും ഇല്ലാത്തൊരവസ്ഥ, അല്ലെ? മുന്തിരി എന്ന് വെച്ചാൽ അതാണ് ഇതൊക്കെ ഉണ്ടാകും, അനുഭവമൊക്കെ ഉണ്ടാകും വിചാരിച്ചിട്ട് അതും നടക്കുന്നില്ല. അടുത്ത് പറയുന്നു ഒലിവ് മരത്തിന്റെ പ്രയത്നം എന്തായി പോകുന്നു? നിഷ്ഫലമായി പോകും. എന്ന് പറഞ്ഞാൽ ചില പ്രയത്നങ്ങളൊക്കെ നീ ചെയ്തിട്ടുണ്ട്, അല്ലെ? നീ ചില ജോലി ചെയ്തു, മാറി മാറി ജോലി ചെയ്തു, അല്ലെ? ഹസ്ബൻഡിനെ വളരെ കഷ്ടപ്പെട്ട് വിദേശത്ത് വിട്ടു, അല്ലെ? അല്ലെങ്കിൽ ഭാര്യയെ ഒരുപാട് ലോണൊക്കെ എടുത്ത് വിദേശത്ത് വിട്ടു, അല്ലെ? കുഞ്ഞുങ്ങളെ പാലാന കഷ്ടപ്പെട്ട് ഇതൊക്കെ എടുത്ത് പ്രയത്നം നടത്തി പഠിപ്പിച്ചു, വിദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിലൊക്കെ നിർത്തി പഠിപ്പിച്ചു. അതെ, ഒത്തിരി 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 അധ്വാനി, പല ലോണൊക്കെ എടുത്ത് പല കടമൊക്കെ വാങ്ങിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ അതിന്റെ അവസാനം വരുമ്പോൾ ആ പ്രയത്നം എല്ലാം എന്തായി പോവുകയാണ്? നിഷ്ഫലമായി അതേ പോവുകയാണ്. എന്താണ്? ഫലമില്ലായ്മയായി പോവുകയാണ്, ഫ്രൂട്ട്ലെസ് ആയി പോവുകയാണ്. അല്ലെങ്കിൽ എന്താണ്? ഒരു നിറവ് സംഭവിക്കുവാനായിട്ടിടയായി തീരുന്നില്ല. നമ്മൾ പലപ്പോഴും അത് കാണുമ്പോൾ നമ്മുടെ അല്ലെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരൊക്കെയോ അങ്ങനെ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്തോത്രം ഇവിടെ അതേ വായിക്കുന്നത്, തളിർപ്പ് നിനക്കുണ്ടാകത്തില്ല. ഒരുപക്ഷെ ജീവിതത്തിനകത്ത് അത് ചിലതിന്റെ അനുഭവം നിനക്കുണ്ടാകത്തില്ല. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പ്രയത്നങ്ങൾ നിഷ്ഫലമായി പോകുന്നു. നിഷ്ഫലമായി പോകുന്ന പലരും ഇങ്ങനെയാണ്. എന്റെ പാസ്റ്റർ എന്നോട് പലരും ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ അല്ലെ എന്നെ സംസാരിക്കുമ്പോൾ ഒരുപാട് ഞാൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പലതും വരുന്നുണ്ട്, പൈസ കൈ വരുന്നുണ്ട്. പക്ഷെ ആ പ്രയത്നത്തിന്റെ ഒന്നും എന്താണ് ഫലം എനിക്ക് അനുഭവിക്കുവാനായിട്ട് അത് സാധിക്കുന്നില്ല. സ്തോത്രം. ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ കർത്താവിന്റെ ദാസനെ, ഞാൻ ഈ ഒരു അവസ്ഥയില്ല. പലപ്പോഴും പ്രയത്നിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഭാരപ്പെടണ്ട കുഞ്ഞെ, ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട കർത്താവിന്റെ ദാസനെ, കേട്ടുക സഹോദരി, നിങ്ങൾ ഭാരപ്പെടണ്ട, അല്ലെ? ഒരുപാട് കിടന്ന് ശരീരം കൊണ്ട് അധ്വാനിക്കുന്നു, മനസ്സുകൊണ്ട് അധ്വാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് മറ്റൊരു ഡ്യൂട്ടിക്കായിട്ട് പാഞ്ഞു പോകുന്നു, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? പ്രയത്നമെല്ലാം നിഷ്ഫലമായി പോവുകയാണ്, അല്ലെ? അല്ലെങ്കിൽ അതെല്ലാം സ്വരൂപൂട്ടി വെച്ച് അടുത്തൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ പണം കൊണ്ട് ആരെങ്കിലും എന്ത് ചെയ്യുന്നു? കടന്നു കളയുന്നു, അല്ലെ? അല്ലെങ്കിൽ ആ പണം മറ്റേതെങ്കിലും പെട്ടെന്ന് അന്നേരം എന്ത് ചെയ്യുന്നു? ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു, അപ്പോൾ ആ പണം അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ പല തവണ വന്നു. ഇതെല്ലാം നോക്കുമ്പോൾ നിന്റെ അകത്ത് ഭയങ്കര ഒരു ഭാരം, അല്ലെ? കുഴപ്പമൊന്നുമില്ല. എല്ലാ ഫ്രൈഡേയും സൺഡേയും നമ്മൾ വർഷിപ്പിനുണ്ട്, നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ഫാസ്റ്റിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സ്തോത്രം ഇടയിൽ എപ്പോഴൊക്കെയോ നമ്മൾ ചിന്തിച്ചു പോവുക, എന്താ ദൈവമേ, ആരോടും പറയുന്നില്ല, അല്ലെ? പരസ്യമായ പ്രഖ്യാപനം നടത്തുന്നില്ലെങ്കിലും നമ്മൾ അതേ വീടിനകത്തിരുന്നു കൊണ്ട് ചിന്തിക്കുന്നു, ഇതെന്താണ്, അല്ലെ? ഇതൊക്കെ നമ്മൾ എന്താണ് മറ്റു പലരുമായിട്ട് തട്ടിച്ചു നോക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു വളർച്ചയിലേക്ക് നമുക്ക് വരുവാനായിട്ട് അതേ കഴിയാത്ത, അല്ലെ? ഞാൻ എന്റെ സഹോദരനുമായിട്ട്, ഞാൻ എന്റെ സഭാവിശ്വാസിയുമായിട്ട്, ഞാൻ എന്നോടൊപ്പം അതേ അധ്വാനിക്കുന്ന കർത്താവിന്റെ മറ്റു ദാസന്മാരുമായിട്ടൊക്കെ അവരുടെ ഭൗതിക നിലവാരമാണ് എന്റെ ജീവിതത്തിന്റെ എന്താണ് ഞാൻ തട്ടിച്ചു നോക്കിയാണ് ഞാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നോട് പ്രയാസം അത് ഒരുപക്ഷെ തോന്നാം, എങ്കിൽ ഞാൻ പറയുന്നു, അത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതികമായ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന യാതൊന്നുമല്ല നമ്മൾ അല്ലെ നിലനിർത്തുന്നത്. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ നോക്കിക്കേ, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് അത് മുടക്കം സംഭവിച്ചത്, അല്ലെ? എന്തെല്ലാം കാര്യങ്ങൾക്ക് വിഗ്രഹം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക, അല്ലെ? പണത്തിനോ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ വസ്തുവകകൾക്കോ നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് അത് സാധിക്കുന്നില്ല, അല്ലെ? വണ്ടി എടുത്തുകൊണ്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല. വണ്ടി കൊണ്ട് എന്താ പ്രയോജനം? ഷെഡിൽ തന്നെ കിടക്കുക, അല്ലെ? അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെ? പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇതെല്ലാം നിഷ്ഫലമാണ്. ഹല്ലേലൂയ. ഈ ഭൗതിക കാര്യങ്ങളോ നമ്മൾ തട്ടിച്ചു നോക്കി പലതും എനിക്ക് ഇതില്ലല്ലോ എന്ന് വിചാരിച്ച് നിന്റെ ആത്മീയ ജീവിതം എത്രയോ വർഷങ്ങൾ മുരടിച്ചു പോയി, അല്ലെ? ഒരു നല്ല ദൂത് കേട്ടപ്പോൾ നിനക്ക് സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെ? ഒരു വചനത്തിൽ നിനക്ക് ആശ്രയിക്കാനോ അതിനെ എന്താണ് അത് പ്രാപിച്ചിട്ട് മറ്റുള്ളവരുടെ പ്രയാസം അവർക്കൊന്നും കൊടുക്കാനോ കഴിഞ്ഞില്ല. ഞാൻ ഇതിനേക്കാളും കഷ്ടത്തിലാ പോകുന്നു പറഞ്ഞ് നമ്മൾ പലപ്പോഴും മിണ്ടാതെ മാറിപ്പോയി. ആ സഹോദരി കണ്ടുകൊണ്ടിരുന്നപ്പോൾ, ആ സഹോദരൻ വേദനിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അടുത്തൊന്ന് ആശ്വസിപ്പിക്കാൻ നമ്മൾ മനഃപൂർവ്വം അവരെ കണ്ടിട്ട് പോകാം, ഞാൻ ഇതിലും വലിയ പ്രശ്നത്തിലാ പോകുന്നത്, എന്നാ പറയാനോ. പക്ഷെ നിന്റെ ആ ഒരു വാക്ക് അവരെ താങ്ങിയേനെ. എന്താണ്? നീ ഒരു മത്സര ബുദ്ധിയോടെ അവിടെ നിന്നെല്ലാം മടങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ
ആത്മാവിന്റെ ശക്തിയോടെ അത് ഞാൻ വിളിച്ചു പറയട്ടെ. ഈ ഭൗതികതയല്ല നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡവും അനുഗ്രഹത്തിന്റെ മാനദണ്ഡവുമായി നമ്മൾ കണക്കാക്കേണ്ടത്. അതെ, ഇവിടെ വായിക്കുന്നു, അത് എന്താണ്, ഒന്നുകൂടെ അതിന്റെ താഴത്ത് വായിച്ച് നിഷ്ഫലമായി പോകും. നിലങ്ങൾ എന്താണ്? നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. നിലങ്ങളുണ്ട്, ആഹാരം വിളയിക്കുന്നില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നിനക്ക് നിലമുണ്ടെങ്കിലും അതിനകത്ത് നിന്ന് ഒന്നും നിനക്ക് അനുഭവിക്കാൻ ആഹാരം തരുന്നില്ല. അല്ലെ? സ്തോത്രം. തരിശായിട്ട് കിടക്കുന്നു. ചില വിഷയങ്ങൾ തരിശായിട്ട് കിടക്കുക. സംഗതികളെല്ലാം ഉണ്ട്, അല്ലെ? പറയത്തക്കതായ മറ്റുള്ളവർ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. എഡ്യൂക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. ആ നിലത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും എന്ത് കിട്ടുന്നില്ല? ആഹാരം വിളയിക്കാത്ത അതെ ഒരു അനുഭവം. അടുത്ത വാക്ക്, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് എന്താണ്? ഇല്ലാതായി പോകും, നശിച്ചു പോകും, നിഷ്ഫലമാകും, തളിർക്കത്തില്ല, അതെ അനുഭവം ഉണ്ടാകത്തില്ല എന്ന അതെ ഒത്തിരി വാക്കുകളാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലർക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ നെഗറ്റീവായിട്ട് ചിലർക്ക് തോന്നും. പക്ഷെ ഇത് വളരെ ശക്തമേറിയ വചനത്തിന്റെ ആഴമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രാപിക്കേണ്ട ദൈവമക്കൾക്ക് എന്ന് പറയുന്നത് പ്രാപിക്കാനുള്ള, ഞാൻ നിങ്ങളെ ആവേശം കൊള്ളിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അത് പഠിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന, ഇത് ഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അകത്ത് ആത്മാവിൽ അവൻ കത്തിച്ചൊലിക്കുവാനായിട്ടിടയായിട്ട്. ഹല്ലേലൂയ. ഈ കൊറോണ വൈറസിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും, അല്ലെങ്കിൽ വൈറസ് ഇങ്ങനെ അത് രാജ്യങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ ഒരു ദൈവത്തിന്റെ അകത്ത് ആത്മാവിൽ അവൻ ബലപ്പെടുന്നവനായി, ആത്മാവിൽ ശക്തിപ്പെടുന്നവനായി തീരുമാനമായിട്ട് ഒരു നന്ദി പറഞ്ഞാണ്. അതുകൊണ്ട് ഇന്ന് ചില അനുഭവം ഉണ്ടായില്ല, അല്ലെ? അവരെ തട്ടിച്ച് നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. നീ ഇന്ന് അത് ഒരുപക്ഷെ അത് ഭവനമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം, അത് വാടക വീട്ടിലായിരിക്കും നീ താമസിക്കുന്നത്. ഒരുപക്ഷെ ഒറ്റമുറി വീടിനാ, ഞാൻ കഴിഞ്ഞ സാൽമമനയിൽ അത് പറഞ്ഞു, ഒറ്റമുറി വീടിനകത്തായിരിക്കാം നീ അതേ താമസിക്കുന്നത്. അല്ല, നിന്റെ ജീവിതത്തിൽ അതേ ഒരു സെന്റ് ഭൂമി നിനക്ക് സ്വന്തമായിട്ടില്ല. പലതും നിന്റെ ജീവിതത്തിൽ അന്യപ്പെട്ടായിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടല്ല നിന്റെ ആത്മജീവിതത്തിലെ വിശ്വാസത്തിന് സ്ഥിരത ഉണ്ടാകേണ്ടത്, അല്ലെ? ഇവർക്കും ഒക്കെ ഈയിടെ വിശ്വാസത്തിൽ വന്നവർക്കൊക്കെ ഒരുപാടുണ്ട്. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ നിത്യതയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന മാനദണ്ഡങ്ങൾ. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞതിന്റെ ഒരു സാരം എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമ്മള് ആ ഒരു വലിയ എല്ലാവരും എന്താണ് ആ ഒരു നിറവിലൊക്കെയും ആ ഒരു ബ്ലെസ്സിങ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുകയും അതിനകത്തോടെ ഒഴുകി പോകും. പക്ഷെ നമ്മൾ ഈ വചനം ഒന്നും ശ്രദ്ധിക്കാറില്ല. നോക്കിക്കുകയും എത്ര ഭൗതിക കാര്യങ്ങൾ, നമ്മുടെ വാഹനമുണ്ട്, ആരോഗ്യമുണ്ട്, വെളിയിൽ ഇറങ്ങാൻ മേല, ആഹാരത്തിന് ബാങ്കിൽ പൈസ കിടപ്പുണ്ടായിരിക്കാം, എടുക്കാൻ പറ്റുന്നില്ല, അല്ലെ? ആ പൈസ എടുത്തുകൊണ്ട് ഒരു സാധനം കിട്ടുന്നില്ല, മേടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ പോന്നിരിക്കുക. എല്ലാ ഭൗതിക മേഖലകളും ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു സമയം. എന്തെങ്കിലും പ്രയോജനമുണ്ട്, അല്ലെ? സത്യത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എല്ലാവരും തുല്യരായിരിക്കുന്ന ഒരു സമയമായിരിക്കുന്നു, അല്ലെ? പാവപ്പെട്ടവനും പണക്കാരനും, അല്ലെ? അതെ, എന്താ പറഞ്ഞാൽ കാശുള്ളവരും കാശില്ലാത്തവരും, അല്ലാതെ എല്ലാ സാഹചര്യമുള്ളവരും, വണ്ടിയുള്ളവരും വണ്ടിയില്ല, എല്ലാവരും ഒരുപോലെ തുല്യരായിരിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെ ലോകം നമുക്ക് എന്താണ് കാണിച്ചു തരിക. സ്തോത്രം. ലോകത്തിന്റെ മുൻപിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ലോകത്തിന്റെ സ്ഥിതിഗതികൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു ദൈവ പൈതൽ ഇതൊക്കെ ഗതിവിഗതികളൊക്കെ മാറുമ്പോഴും അതിന്റെ നടുവിൽ ഒരു ദൈവ പൈതൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവനായി, അതേ ദൈവത്തെ സ്തുതിക്കുന്നവനായി അവൻ തീരുവാനായിട്ട് അത് ഇടയായി തീരും. അത് എന്താണെന്ന് അറിയാമോ? ഗോശാലകളിൽ എന്താണ് കന്നുകാലികൾ അതേ ഉണ്ടായിരിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് അത് നശിച്ചു പോകുന്നു. അതെ, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകുന്നു. നിലങ്ങൾ ആഹാരം വിളയിക്കത്തില്ല, മുന്തിരിക്ക് അനുഭവം ഉണ്ടാകത്തില്ല, അത്തി പഴുക്കത്തില്ല. ഈ അതേ 5-6 കൂട്ടം കാര്യങ്ങൾ പറയുന്നതെല്ലാം എന്താണ്? ഇല്ല 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 എന്ന്, അല്ലെ? പക്ഷെ എന്ന് നമ്മൾ പലപ്പോഴും ഈ ഭൗതികമായ ആ ഒരു അനുഗ്രഹത്തിന്റെ മെസ്സേജ് ഒക്കെ കേട്ട് നമ്മുടെ അകപ്പ് ഇങ്ങനെ എന്താണ് നമ്മളെ കരമടിച്ച് പലപ്പോഴും വികാരഭരിതരായിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ വാസ്തവം എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ ഇല്ലാതിരിക്കാം, ഇതൊക്കെ നമുക്ക് കിട്ടാതിരിക്കാം, അല്ലെ? കിട്ടാതിരുന്നാലും ഹബക്കുക്ക് പറയുന്ന അതാണ് വിശ്വാസ സ്ഥിരതയെ കുറിച്ച് ഞാൻ ഇന്ന് പകൽ പറയുന്നത് കേട്ടോ. ആ ഒരു ദീർഘപ്രസംഗം, അതുകൊണ്ട് ഞാൻ അതിവേഗം ഇങ്ങനെ ഓടിച്ചു വിടുന്നത്. അതെ, ഒരു വിശ്വാസത്തിന്റെ സ്ഥിരത, ഹബക്കുക്കിന്റെ ജീവിതത്തിലെ വിശ്വാസ സ്ഥിരത, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ വിശ്വാസ സ്ഥിരത എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെ? അംശിരിക്കുന്ന എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം അതേ സഹായിക്കട്ടെ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഹബക്കുക്കിന്റെ വിശ്വാസ എന്താണ് ഞാൻ പറഞ്ഞത്? സ്ഥിരത. നമുക്ക് എത്രമാത്രം ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ വന്നേക്കാം. നാളെ നീ ഭക്തനായി ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ നിനക്ക് ചിലതൊന്നും കണ്ടെന്ന് വരത്തില്ല, അല്ലെ?
ഹല്ലേലൂയ. അല്ലെ സ്തോത്രം. നീ കർത്താവിനെ സേവിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി ചിലതൊക്കെ നമുക്ക് എല്ലാവർക്കും എല്ലാം ലഭിച്ചെന്ന് വരത്തില്ല. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതെ ഇല്ലാതായി പോയേക്കാം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാതെ വന്നേക്കാം. ഇന്ന് നീ വർഷങ്ങളോളം ജീവിച്ചിട്ടും നിനക്ക് ചിലപ്പോൾ വിദേശത്ത് പോകാനായിട്ട് അവസരം ഉണ്ടായില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. ചില അതേ കർത്താവിന്റെ ദാസന്മാർക്ക് എനിക്ക് വിദേശത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ശുശ്രൂഷയില്ലെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. സ്തോത്രം. നിന്നെ കർത്താവ് അയക്കേണ്ട സമയമാകുമ്പോൾ അയക്കേണ്ട എവിടെയാണെങ്കിലും അവിടെ ദൈവം അയച്ചിരിക്കും. സ്തോത്രം. ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പോലും നിനക്ക് എന്താണ് അനുകൂലമാക്കി ദൈവം മാറ്റും. ഞാനത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ദൈവത്തിന് നിനക്ക് അയക്കാൻ പദ്ധതിയില്ലെങ്കിൽ അതെ 100 പേര് നിനക്ക് പാസ്പോർട്ട് എടുത്ത് നിനക്ക് വിസ എടുത്ത് നിന്റെ സ്തോത്രം പുറകിൽ അതെ എത്ര കൈത്താങ്ങിൽ നിന്ന് പണം ഒഴുക്കാനുണ്ടെങ്കിലും അതെ ആര് കൊണ്ടുപോകാനുണ്ടെങ്കിലും എന്താണ് നിനക്ക് പോകാൻ സാധിക്കത്തില്ല. ദൈവമേ ഹല്ലേലൂയ. എന്നാൽ ദൈവം അയക്കാൻ ആരും നിനക്ക് സപ്പോർട്ട് ഇല്ലെങ്കിലും വേണ്ട എല്ലാ വഴികളെയും പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് അത് ഇടയായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ചിലർക്കത് അങ്ങനെയാ. എനിക്ക് അതാണ് ചില വാഗ്ദത്വം ഒക്കെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന വാഗ്ദത്വം എല്ലാം ഭൗതികമായി റിലേറ്റഡ് ആയി തീരാതെ ഈ ദിവസങ്ങളിൽ എന്താണ് നിത്യതയുടെ വലിയൊരു വിഷൻ നമ്മുടെ അകത്ത് വന്ന് അത് വീഴുമ്പോൾ ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. എത്ര പേര് ചിന്തിക്കുന്നുണ്ട് അത്? ഇന്ന് എന്റെ യേശു വന്നാൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ എന്റെ യേശു വന്നാൽ ഞാൻ എന്റെ യേശുവിനോട് കൂടെ അത് കടന്നു പോകാൻ കഴിയുമോ? അത് ചിന്തിക്കുന്നവർ എത്ര പേര് അല്ലെ? എനിക്കിത് കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞുങ്ങളെ ഇന്ന അടുത്താക്കി ഇന്ന സ്റ്റേറ്റിൽ കൊണ്ടുപോയി ഇന്ന രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് ഇന്നത് ആയിക്കട്ടെ ഞാൻ സേഫ് ആകണം എന്നൊക്കെ ആഗ്രഹം. ഇന്ന് സേഫ് ആകാൻ ആഗ്രഹിച്ച എല്ലാവരും എന്താണ് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ സേഫ് ആകാൻ നോക്കിയാൽ ഒരിക്കലും നമ്മൾ സേഫ് ആകത്തില്ല. പക്ഷെ കർത്താവ് നിന്നെ സേഫ് ആക്കാനായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുങ്ങിയാൽ ആർക്കും തടയാനും കഴിയത്തില്ല. ഒന്നും വേണ്ട. ചിലതിനൊക്കെ ദൈവം സേഫ് ആക്കിക്കൊണ്ട് അതിരിക്കും. ദൈവം ചിലതിനെല്ലാം എന്താണ് അത് സുരക്ഷിതമാക്കി സൂക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ പദ്ധതികളെല്ലാം ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും. നിനക്ക് ഒരു ഭൗതിക പ്ലാറ്റ്ഫോമും വേണ്ട. ദൈവം വേണ്ടതെല്ലാം അതാത് സമയത്ത് തന്നു നമ്മയാണ്. നമ്മൾ ഈ വചനം പ്രിയപ്പെട്ട എന്തിന് ഈ വചനം പ്രസംഗിക്കാനുള്ളതാണോ? അല്ല, ഇത് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ളതാണ്. ഇത് വിശ്വസിക്കുന്ന എത്ര പേര് ഇത് ജീവനായിട്ട് അതേ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ? നമ്മൾ മെസ്സേജ് എന്ന് പറഞ്ഞ് ഓടാതെ പലരും പറയും മെസ്സേജ് അല്ലെ? മെസ്സേജ് അല്ല പ്രിയപ്പെട്ടവരെ. മെസ്സേജ് കേൾക്കാനായിട്ടോ അപ്പം എന്നെക്കാളും പ്രഗത്ഭനായ മറ്റൊരാളെ കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു പ്രഗത്ഭനായ ആൾ അടുത്ത വർഷം വന്നു വരാം. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കും. മെസ്സേജ് കേൾക്കുന്നതിലല്ലേ കാര്യം. ഈ കേൾക്കുന്ന മെസ്സേജിന്റെ ആദയ സ്തോത്രം അതിന്റെ ജീവൻ എത്ര പേരുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് ഈ വചനം. ഹല്ലേലൂയ. അത് നമ്മളൊന്ന് ഈ വചനത്തിൽ പറയുന്നത് കർത്താവ് നമ്മെ നടത്താൻ വിശ്വസ്തനാണ്. കർത്താവ് അറിയാതെ എന്റെ തലയിൽ നിന്നും ഒരു മുടി പോലും അല്ലെ? അവൻ സകലതും എണ്ണിയിരിക്കുന്നു അല്ലെ? സ്തോത്രം. ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ എങ്ങനെയുള്ളവരാ? വിശേഷതയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് അതെ നടത്തുന്നത്. അതുകൊണ്ട് ഈ ഭൗതിക വിഷയം എല്ലാം നമ്മുടെ അകത്ത് കയറിയിട്ട് നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ടുള്ള പ്രത്യാശ നമുക്ക് കുറഞ്ഞു പോകാതെ യേശു വന്നാൽ ഇന്ന് ഞാനും എന്റെ കുടുംബവും പോകണം അല്ലെ? ഞാൻ പോകും എന്നൊക്കെ പറയുമ്പോഴും ചിന്തിച്ചു പ്രിയപ്പെട്ടവരെയും അതേ സ്തോത്രം എത്ര പേർക്ക് ഉള്ളിൽ പറയാൻ കഴിയും ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അതേ സ്തോത്രം അതേ കർത്താവിന്റെ വരവിലെടുക്കപ്പെടണം. അപ്പം ഇപ്പോൾ ഇരിക്കുന്ന ഈ ക്വാറന്റൈൻ ടൈം ഒക്കെ അല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ ഒക്കെ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അതേ കുടുംബമായിട്ട് യേശുവിന്റെ വരവിന് പോകാനായിട്ടുള്ള ഒരു ഒരുക്കമാണ്. അന്യോന്യം ഏറ്റുപറയാൻ, അന്യോന്യം ക്ഷമ ചോദിക്കാൻ, അന്യോന്യം എന്താണ് പ്രാർത്ഥിച്ച് ബലപ്പെടുത്താൻ, അന്യോന്യം വിശ്വാസത്തിന്റെ സ്ഥിരതയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ ഇന്ന് അകൽ വേണം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പ്രിയമുള്ളവരെ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് നിർത്താൻ അനുഭവിക്കുകയാണ്. സ്തോത്രം. ഈ ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല അല്ലെ? ഞാനിത് വായിച്ചപ്പോൾ പലവട്ടം വായിച്ചുള്ളതാണ്, പലവട്ടം ഞാൻ പല മെസ്സേജൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ദിവസം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഇടയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗമല്ലേ ഭാഗമല്ലേ അല്ലെ? ഇല്ല എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ദൈവം കൊടുക്കുന്ന ദൂത നമ്മളാണ് ഇത് വാഗ്ദത്വമായിട്ട് ഏറ്റെടുക്കുമോ? അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് ദൈവശബ്ദമായിട്ട് നമ്മൾ കണക്കാക്കുമോ? നമ്മൾ വേണമെങ്കിൽ ഒന്ന് ശാസിച്ചിട്ട് ആ വിഷയത്തെ തട്ടിവിടും. ഇല്ല അതൊക്കെ ഒന്നും ഇല്ല, എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് ജാഗരിച്ച് ഒന്നുകൂടെ നോക്കാം അല്ലെ എന്ന് നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ ഒരു പ്രവാചകൻ അതിനെ ഏറ്റെടുത്തുകൊണ്ട് അത് പറയും, ഇതൊന്നും എനിക്കില്ല. ഏതില്ല? അത്തിവർഷത്തിന് അല്ല ചോദിച്ചാ അത്തിവർഷം തളിർക്കത്തില്ല. മുന്തിരി എന്താണ് അനുഭവം ഉണ്ടാകത്തില്ല അല്ലെ? ഒലിവിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും അല്ലെ? അടുത്തെന്താ പറയുന്നത്? നിലങ്ങൾ ആഹാരം വിളയിക്കത്തില്ലെന്നാ പറഞ്ഞത്. ആട്ടിൻകൂട്ടം തോഴത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല. നമ്മൾ ഗോശാല കന്നുകാലികൾ നമ്മളിത് കേൾക്കുമ്പോൾ എന്താ ഓർക്കെന്ന് അറിയാമോ പ്രിയപ്പെട്ടവര്? ഒരു ശാപവാക്കല്ലേ, നമ്മളതിനെ തട്ടിവിടും. സ്തോത്രം. വേണ്ട, അത് എനിക്കത് വാഗ്ദത്വമായിട്ട് നമ്മൾ ഏറ്റെടുത്തില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇതൊന്നും എനിക്കില്ലെങ്കിലും അതൊരു ഭക്തന്റെ ജീവിതത്തിൽ പറഞ്ഞല്ലേ നമുക്കറിയാം. ഞാൻ പല ദൈവദാസന്മാരും ദൈവവൃത്യന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അത് അവർ വിശ്വസ്തയോടെ ദൈവവേല ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് കാണുമ്പോൾ അറിയാമല്ലോ. ആത്മാർത്ഥമാണ് ദൈവവേല ചെയ്യുന്നത്, വിശുദ്ധിയോട് വേർപാടോടെ കർത്താവിനെ സേവിക്കുന്ന ദൈവദാസന്മാർ
സ്തോത്രം, ഇന്നും അവർ വാടക വീട്ടിൽ കിടക്കുന്നവരുണ്ട് അല്ലെ. ഇന്നും നല്ലൊരു വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവരുണ്ട്, നല്ലൊരു ആഹാരം കഴിക്കാൻ അതെന്താണ് പിള്ളേരെ നല്ലൊരു സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റാത്തവരുണ്ട്. ഇന്നും എന്താണ് മറ്റു സർക്കാർ സ്കൂളുകളൊക്കെ എന്താണ് പഠിപ്പിച്ച് അതുപോലും മുൻപോട്ട് കൊണ്ടുപോകാൻ അവരുടെ ആ ഒരു യൂണിഫോമും അല്ലെങ്കിൽ ബാഗ് വാങ്ങിക്കാനുമായിട്ട് ബുദ്ധിമുട്ടുന്ന അനേക ദൈവദാസന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ചെറിയ ചെറിയ ചർച്ചകളൊക്കെ നടത്തുന്ന വലിയ ഇൻകം ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു ഭൗതികമായി ആരും സഹായിപ്പാനില്ലാത്ത ഒരുപാട് അവര് അന്നും ഇന്നും അതേ നിലയിൽ തുടരുന്നു അല്ലെ. നമ്മുടെ ഭാഷയിൽ നമ്മൾ എന്താ പറയുന്നത്, അവരൊന്നും അനുഗ്രഹിച്ചിട്ടില്ല. ബാക്കിയല്ലോ ദൈവം അവരെ മാനിച്ചു, ദൈവം അവരെ മാനിച്ചു, ദൈവം അവരെ മാനിച്ചു അല്ലെ. പക്ഷേ ഈ നമ്മളിതെല്ലാം നിർത്തേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരെ നോക്കി അവന് അതേ വലിയ വീട് വെച്ചാൽ, അവന് വലിയ കാർ വാങ്ങിച്ചാൽ, അവന്റെ പിള്ളേര് വിദേശത്ത് പോയാൽ നമ്മൾ പറയും അവനെ മാനിച്ചു, അവനെ മാനിച്ചു, അവനെ മാനിച്ചു അല്ലെ. എന്നാല് ഇത് ഈ ദൈവത ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അപ്പൊ ഈ വ്യക്തിയെ ദൈവം മറന്നു കളഞ്ഞു മാനിക്കാതെ അല്ലെ. ഇന്നും എന്താണ് ബുദ്ധിമുട്ടുന്ന, ഇന്നും എന്താണ് അതേ റേഷനറി വാങ്ങിക്കാനായിട്ട് ഭാരപ്പെടുന്ന അതേ ചില ദൈവഭൃത്യന്മാർ, ദൈവമക്കൾ, സ്തോത്രം, അവരെ ദൈവം മറന്നു കളഞ്ഞു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ അവരോടൊന്നും സംസാരിക്കും, ഈ വ്യക്തികളോട് അവരോടും സംസാരിക്കുമ്പോൾ ഇവർ പലപ്പോഴും ആകുലതകളാണ് പറയുന്നത് അല്ലേ. എന്റെ കുഞ്ഞ് അവിടെയാണ്, എന്റെ സ്തോത്രം ഇന്നയാൾ ഇന്നടത്താണ്, ഇന്ന മാസം എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം, എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് മതിൽ കെട്ടണം, എനിക്ക് എന്താണ് ആ നിലം എല്ലാം എന്താണ് ഒന്ന് ശരിയാക്കണം, ഒന്ന് ഇതൊക്കെ ടെൻഷൻ പിടിച്ച കാര്യം അല്ലെ. പക്ഷേ ഈ ദൈവഭക്തനെ നോക്കി സംസാരിച്ച് ഒരു മിനിറ്റും പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതേ സ്തോത്രം, അതെ നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ അല്ലെ. നമ്മൾ എന്തിനാ സഹോദര, നമ്മളെ ധൈര്യപ്പെടുത്തും സ്തോത്രം അല്ലെ. അങ്ങനെയുള്ളവരെ എനിക്ക് പരിചയമുണ്ട്, എന്റെ സ്നേഹിതരുണ്ട്. അതേ സ്തോത്രം, അതേ ചിലരൊക്കെ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതേ സ്തോത്രം, ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം. അവരെ നമ്മളെ കരം പിടിച്ച് പറയുന്നത് എന്താണ്? ധൈര്യമായിട്ടിരിക്കും. എന്തിനാ ഭാരപ്പെടുന്നത്? യേശു നമ്മുടെ കൂടെ ഇല്ലേ അല്ലെ. അത് പറയാനുള്ള ആ ഒരു അകത്തളങ്ങളിലെ ധൈര്യം അവർക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതൊന്നും അവർ പറയോ ഞാനൊന്നുമില്ല നടക്കുക, എനിക്ക് എന്ത് ഒരിക്കലും പറയുന്നല്ലേ സ്തോത്ര. അവരുടെ അകത്ത് അതെ അവരുടെ ആ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പ്രത്യാശ അവരുടെ നാവിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് അത്യപ്രശ്നത്തിന് വലിയ തളർപ്പില്ല, അവിടെ മുന്തിരിക്ക് അനുഭവമില്ല അല്ലെ. അവർക്ക് എന്താണ്, നമ്മൾ നോക്കുമ്പോൾ ഗോശാലകളിൽ കന്നുകാലികളില്ല. അവരുടെ ജീവിതത്തിൽ ആട്ടിൻകൂട്ടം നശിച്ചു പൊക്കൂ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല. ഒക്കെ സാഹചര്യങ്ങൾ പലതും അത് മുൻപിൽ വന്നിരിക്കുക. ഞാനിത് പറഞ്ഞ് മനസ്സിലായല്ലോ. യഹൂദനുമായിട്ടും അത് ഇതിന് വലിയൊരു മറ്റൊരു പ്രൊഫസി ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതേ സ്തോത്രം. എങ്കിലും ഹബക്കൂക്ക് പറയുന്നു അടുത്ത വാക്യം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എങ്കിലും അത് പറഞ്ഞിട്ട് നിർത്തിയിരുന്നെങ്കിൽ ഞാനും സങ്കടപ്പെട്ടു പോയെ. എനിക്ക് വായിക്കാൻ നിങ്ങൾക്കും അത് വലിയൊരു എന്താ ഇങ്ങനെ അല്ലെ ടെൻഷനായി പോയനെ. പക്ഷേ അത് അവസാനിപ്പിക്കാതെ പറയുകയാണ് എങ്കിലും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒന്ന് പറയാമോ വിശ്വാസത്തോടെ? എങ്കിലും. ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, ഇതെല്ലാം നഷ്ടമായാലും, ഹല്ലേലൂയ, ഇതൊന്നും ഇനി കിട്ടിയില്ലേലും, ഹല്ലേലൂയ, ഇതിലൊന്നും ഞാൻ ചെന്ന് എത്തപ്പെട്ടില്ലേലും, ഹല്ലേലൂയ, ഇല്ലേലും എങ്കിലും അല്ലെ. സ്തോത്രം. എങ്ങനെയെങ്കിലും പ്രാപിക്കാനുള്ള നെട്ടോട്ടം അല്ലെ. അതിന് വിശുദ്ധി കളഞ്ഞ് വർബാട് കളഞ്ഞ് അല്ലെങ്കിൽ വചനത്തിന്റെ ആ അടിസ്ഥാന ഉപദേശങ്ങളെ നഷ്ടപ്പെടുത്തിയൊക്കെ നമ്മളും മറ്റുള്ളവരുടെ മുൻപിൽ അതേ സമൂഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ മറ്റ് ഇതിങ്ങനെയൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ദൈവഭൃത്യന്മാരുടെയും ദൈവമക്കളെയൊക്കെ മുമ്പിൽ എന്താണ് മാനിക്കപ്പെട്ടു എന്ന് പറയാൻ ആഗ്രഹിക്കുക അല്ലെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിൽ അതേ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നു അതിന്റെ ഇപ്പോൾ ബാക്കി ഒന്നും വായിച്ചോട്ടെ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. I will rejoice in the Lord. Hallelujah. I will rejoice in the Lord. Hallelujah. ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. കണ്ടോ, ഇതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവും. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? പണ്ട് നാട് വിട്ടു പോയേനെ അല്ലെ. ഈ ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തേനെ? എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഇടത്ത് പോയി ഒളിച്ചു താമസിച്ചേനെ അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? സ്തോത്രം. എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പുറകോട്ട് പോകാറ് പിന്മാറി ഇത്രയും കർത്താവ് ചോദിച്ചിട്ട് എനിക്ക് എന്നും കഷ്ടവും പട്ടിണിയും ദുഃഖവും ദാരിദ്ര്യവും അതും ഇതും ഒക്കെ മാറിയെന്നൊക്കെ സ്തോത്രം. പക്ഷെ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അതൊന്ന് മനസ്സിലാക്കി. ഇതൊക്കെ വന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. സ്തോത്രം. എന്റെ ആനന്ദവും സന്തോഷവും എന്റെ വീടിലോ എന്റെ കാറിലോ എന്റെ ബാങ്കിൽ കിടക്കുന്ന പണത്തിലോ അല്ല. അതൊക്കെ വരുകയും പോവുകയും ചെയ്യും. പക്ഷെ എന്റെ സന്തോഷം എന്ന് പറയുന്നത് I will rejoice in the Lord. I will rejoice in the Lord always. Oh, hallelujah. Oh,
സന്തോഷം. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് അതേ പകൽ ഹൃദയം സന്തോഷിക്കുന്നുണ്ട്? ഞാൻ എന്റെ ദൈവത്തിൽ സന്തോഷിക്കും. എല്ലായ്പ്പോഴും എനിക്ക് സന്തോഷിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് വലിയൊരു രക്ഷ എന്റെ യേശു എന്റെ യേശു എന്നെ വീണ്ടെടുത്തല്ലോ. യേശു ഭജൻ എന്നെ കരുതിയല്ലോ. ഹല്ലേലൂയ. ഞാൻ പാപിയായി നശിക്കണം, നരകത്തിലേക്ക് പോകണ്ട. ഇതാണ് നിന്റെ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നിന്റെ പ്രൊമിഷൻ എന്ന് പറയുന്നത്. നീ നരകത്തിൽ പോകണ്ട. നിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നീ എന്താണ്? അത് നരകത്തിലേക്ക് യാത്ര ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അവിടെ നിനക്ക് എന്ത് ചെയ്യുന്നു? നിത്യതയും സ്വർഗരാജ്യവും ഹല്ലേലൂയ ആ സ്വർഗീയ അനുഗ്രഹങ്ങളും നിന്റെ മേൽ വാഗ്ദാനം ചെയ്യപ്പെട്ടു. അത് നിനക്ക് ലഭിച്ചെങ്കിൽ, അതിന്റെ ഉറപ്പും ധൈര്യവും നീ പ്രാപിച്ചെങ്കിൽ, അത് അത്രേ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് വായിച്ചോട്ടെ. ഐ വിൽ ചോയ്സ്. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ. ഐ വിൽ ജോയിൻ ദ ഗോഡ് ഓഫ് മൈ സാൽവേഷൻ. ഹല്ലേലൂയ. ഞാൻ രക്ഷയുടെ ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? ഘോഷിച്ച് അതെ ഉല്ലസിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. കണ്ടോ? അപ്പം ആനന്ദിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഇല്ലാതെ വന്നാൽ ആനന്ദിക്കാൻ പറ്റുമെന്ന് ഇവിടെ ഒരു പ്രവാചകൻ വളരെ ശക്തിയോടെ വിളിച്ചു പറയുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവഭക്തരായിരിക്കുന്നവർ, എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദൈവഭക്തിയുള്ളവർ ഇന്ന് പകൽ വിളിച്ചു പറയണം, സ്തോത്രം, ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. അല്ലെ? നമുക്ക് ആനന്ദമുണ്ടോ? ആരാധനയ്ക്ക് വന്ന ആനന്ദമുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വന്ന ആനന്ദമുണ്ടോ? അല്ലെ? ശരിക്കും ഒരു മെഷീൻസ് പോലെ അല്ലെ, യാന്ത്രികമായിട്ട് പലതും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ഇന്ന് പകൽ ഒന്ന് നിർത്തിയിട്ട് അതേ പറയും, കർത്താവ് ഞാൻ സന്തോഷിക്കും. നിന്റെ മുഖത്ത് ആ പ്രത്യാശ സന്തോഷം അല്ലെ. പണ്ട് ദൈവമക്കൾക്ക് ഒന്നും ഇല്ലായിരുന്നെങ്കിലും അവിടെ മുഖത്ത് ആ സന്തോഷം ഉണ്ടായിരുന്നു അല്ലെ, പ്രത്യാശ ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ചിരിച്ചോണം സംസാരിക്കുന്നു അല്ലെ. ഇന്ന് എത്ര ദൈവമക്കൾ ചിരിക്കുന്നുണ്ട്, എത്ര ദൈവദാസന്മാർ ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്കൊന്നും നന്നായിട്ട് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇതിനകത്ത് ഇങ്ങനെ കടന്നിങ്ങനെ ഈ നമ്മുടെ എന്താണ് ഗ്രൈൻഡറിനകത്ത് ഇങ്ങനെ അരി കടന്ന് കറങ്ങുന്നത് പോലെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മുടെ അകത്ത് ഇങ്ങനെ എന്താണ് ഈ ടെൻഷൻസ്. അതുകൊണ്ട് നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല അല്ലെ, ചെയ്യിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരാളുടെ കൈ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത ഇതാ അല്ലെ, നമ്മുടെ ബിസി ലൈഫ്, നമ്മുടെ ഇത് അങ്ങനെ ഇങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് മിണ്ടാം. മറ്റേത് ആർക്കൊന്നും ചിന്തിക്കാന്നില്ല. കാരണം വീട്ടിൽ ചെന്നാലും ഒരുപോലെയാണ്, ആ ഹോൾ ഇരുന്നാലും ഒരുപോലെയാണ് അല്ലെ, എല്ലാവർക്കും തുല്യമാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അങ്ങനെ അതേ സ്തോത്രം ഒരു സങ്കടത്തിന് കാലില്ല, അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരിക്കും കൈ തരുന്നത് അല്ലെ. സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിന്റെ ആ സന്തോഷം ഒന്ന് മടങ്ങി വരട്ടെ അല്ലെ. ഇതെല്ലാം കുട്ടും എന്ന് പറഞ്ഞ് കേട്ട് നമ്മൾ ഇങ്ങനെ വഷളായി പോയി അല്ലെ. അത് കിട്ടും, നിന്നെ അനുഗ്രഹിക്കും, നീ കൈ ഉയർത്തിക്കോ, അത് നീ എന്താണ് ചാടിക്കോ, നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതൊക്കെ കിട്ടുമോ കിട്ടാതിരിക്കോ, അതാണ് സ്തോത്രം. ഇതിനോട് റിലേറ്റഡ് ആയിട്ട് ആയിരിക്കരുത് നമ്മുടെ വർഷിപ്പും നമ്മുടെ സ്നേഹവും കർത്താവിനോടായിട്ടുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും സ്തോത്രം, എനിക്ക് ആ വാക്ക് ഒത്തിരി സന്തോഷമായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാനായിട്ട് തോന്നുന്നില്ല, എങ്കിലും ഞാൻ അവസാനിപ്പിക്കാനായിട്ട് അത് പോവുകയാണ്. വീണ്ടും പറയും, അവസാനിപ്പിക്കാൻ പോവുക. സ്തോത്രം. ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ്, ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ്. ഞാൻ എന്ത് ചെയ്യുന്നു? എങ്കിലും ഞാൻ ദൈവത്തിൽ അതെ ആനന്ദിക്കും. സ്തോത്രം. എങ്കിലും ഞാൻ എന്താണ്? യഹോവയിൽ ആനന്ദിക്കും. കണ്ടോ? ആനന്ദിക്കുക എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ? ഞാൻ ആനന്ദിച്ചു അല്ലെ എന്ന് പറഞ്ഞാൽ എന്നാണ്? സന്തോഷത്തിന്റെ അടുത്ത ഒരു പടി ആനന്ദം എന്ന് പറയുന്നത്. അതേ സ്തോത്രം. എന്റെ ഹൃദയവും എന്റെ മനസ്സും എന്റെ നിലവുകളും എല്ലാം ആനന്ദിക്കുകയാണ്. സ്തോത്രം. ആകിയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നീ ആനന്ദിക്കേണ്ടത് യഹോവയിൽ ആനന്ദിക്കണം. നിന്റെ അകത്ത് കർത്താവുണ്ട്, അതിൽ നീ ആനന്ദിക്കുവാനായിട്ട് അതിനിടയായിക്കണം. ഇന്ന് പകൽ അതേ സ്തോത്രം നമുക്കൊന്ന് സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? കർത്താവിന്റെ കരങ്ങളൊന്ന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ അതിനു വേണ്ടി, ആ ജോലിക്ക് വേണ്ടി, ഈ ജോലിക്ക് വേണ്ടി, ഇന്ന കമ്പനി അടുത്ത കമ്പനിയോടെ കയറാൻ, ഇതെല്ലാം നമ്മുടെ ഭൗതികതയെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി അല്ലെ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, എന്നാ ആർക്കും എന്തെങ്ങനെയൊന്നും ആർക്കും അറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് പറയണം, എനിക്ക് അത്തിവൃക്ഷത്തിൻ തളർത്തില്ലെങ്കിലും, മുന്തിരി അനുഭവം അതേ ഉണ്ടായില്ലെങ്കിലും, അത് ഗോശാലകളിൽ കന്നുകാലികളില്ലെങ്കിലും, അതേ അതിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും, നിലങ്ങളാഹാരം വിളിച്ചില്ലെങ്കിലും, അതേ സ്തോത്രം, അതേ ഗോശാലകളിൽ അതേ കന്നുകാലികൾ ഇല്ലാതിരുന്നാലും, സ്തോത്രം, അട്ടിൻകൂട്ടം നശിച്ചു പോയാലും, ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. നിന്റെ കയ്യിലൊന്നുമില്ലായിരിക്കാം, പേഴ്സിലൊന്നുമില്ലായിരിക്കാം, അത് നിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനൊന്നുമില്ലായിരിക്കാം, നിന്റെ വീട്ടിലൊന്നുമില്ലായിരിക്കാം, പലതിനും മറ്റുള്ളവർ കാണുമ്പോൾ നിനക്ക് പലതും ഇല്ലായിരിക്കാം. പക്ഷേ അതിന് നടുവിൽ പറയാവോ, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. പക്ഷേ ഇത് പറച്ചിൽ മാത്രമല്ല, നിന്റെ അകത്തും നിന്റെ മുഖത്തും അത് വേണം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. സന്തോഷിച്ചാട്ടെ. ഞാൻ പറഞ്ഞു, നിനക്ക് ജോലി ഇല്ലാതെ വന്നാലും, ഈ കൊറോണയുടെ സമയത്ത് ഇനി നിന്റെ ജോലി നഷ്ടപ്പെട്ടാലും നീ പേടിക്കണ്ട. നിന്റെ ദൈവം നിന്നെ അതേ മറ്റു വഴികളെ തുറന്ന് അനുഗ്രഹിക്കുവാനായിട്ട് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഒന്നിന് നീ അത് ചഞ്ചലപ്പെടരുത്.
വേദനപ്പെടണ്ട. അതെ, നീ ആ രാജ്യത്തുനിന്ന് നാട്ടിൽ വന്നോ, നാട്ടിൽ വന്നാലും നിന്നെ എങ്ങനെ ജീവിക്കും നീ ഓർക്കണ്ട. നിന്നെ വിദേശത്ത് വിട്ടത് നിന്റെ കഴിവുകൊണ്ടോ നമ്മുടെ ആരുടെയും മിടുക്കുകൊണ്ടോ കുടുംബത്തിന്റെ മഹിമ കൊണ്ടോ ഒന്നും അല്ലല്ലോ. നമ്മെ കർത്താവല്ലേ വിട്ടത്. അങ്ങനെയെങ്കിൽ തിരികെ നീ നാട്ടിൽ വന്ന അതേ താമസിക്കാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ അവിടെയും പുലർത്താൻ എന്റെ ദൈവം മതിയായവനാണ്. അത്യാവശ്യം ഒന്നും തകർക്കണ്ട പ്രിയപ്പെട്ടവരെ, ഒന്നും വേണ്ട. പക്ഷേ എന്നാലും രാവിലെ ആഹാരം കഴിച്ചില്ലെങ്കിലും വൈകിട്ട് ആഹാരം കഴിച്ചില്ലെങ്കിലും ഇന്ന പൈസ എന്റെ കയ്യിലില്ലെങ്കിലും ഇന്ന സാഹചര്യം നിൽക്കില്ലെങ്കിലും എന്റെ ഹോബിയിൽ ആനന്ദിക്കുവാനിടയായി നമ്മുടെ ആനന്ദം നമ്മുടെ ദൈവത്തിൽ ആയിത്തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷം നമ്മുടെ അകത്തേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആനന്ദം നമ്മുടെ അകത്തേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആ സന്തോഷം നമ്മിലേക്ക് അത് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആനന്ദത്തിന്റെ ഹല്ലേലൂയ ആ സന്തോഷം നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മുടെ ആ മുഖഭാവം മാറും, നമുക്ക് ചിരി ഉണ്ടാവും. അല്ലെ? നിങ്ങളൊന്ന് അത് തുറന്നൊന്ന് ചിരിച്ചാട്ടെ. നമുക്കൊന്ന് ചിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ ആനന്ദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് കർത്താവിൽ ആനന്ദിച്ചാട്ടെ. എനിക്ക് യേശു ഉണ്ട്, അത് മതി. ഏറ്റവും വലിയ സമ്പത്താണ്. അല്ലെ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് എന്റെ യേശു. അതുകൊണ്ട് യേശു എന്റെ അകത്തുള്ളത് കൊണ്ട് എനിക്കെന്തില്ല അതേ ഭാരം വരുന്നു. സ്തോത്രം. എനിക്കൊന്നുമില്ല, ഞാൻ ഭാരപ്പെടുന്നില്ല. അല്ലെ? നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചല്ല ഞാൻ സ്തോത്രം ഭയപ്പെടുന്നില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ അടുത്ത നേരം എന്നെ കർത്താവ് വന്നാൽ ഞാൻ പോകാൻ പറ്റുമോ അവൾ ഒരുക്കം എനിക്കുണ്ടോ, അതായിരിക്കട്ടെ ചിന്ത. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൽ നമ്മൾ ആനന്ദിച്ച് നൃത്തം ചെയ്യുന്നവരായി നമുക്ക് തീരുവാനായിട്ട് അതേടെയായി തീരണം. സ്തോത്രം. നമുക്ക് അതിനുവേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു. നമുക്കൊരു പാട്ടിന്റെ ഒരു 2 ലൈൻ പാടി ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുവാനായിട്ട് അത് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കിന്, ദൈവത്തിന്റെ അതേ സ്തോത്രം, അതേ കൽപ്പനയ്ക്ക് അതേ ദൈവം കൽപ്പിക്കുമ്പോൾ ചിലതെല്ലാം നിൽക്കും, ചിലതെല്ലാം എന്ത് ചെയ്യുന്നു, ശാന്തമാകും, ചിലതെല്ലാം മുൻപോട്ട് അതേ സ്തോത്രം നീങ്ങാനിടയായിത്തീരും. അതുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കർത്താവ് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓളങ്ങളടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. ഓളങ്ങളടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. ജീവനെ ഏകുവാൻ നീ മരണപ്പെട്ടു, ശക്തിയെ നൽകുവാൻ നീ തകർക്കപ്പെട്ടു. ജീവനെ ഏകുവാൻ നീ മരണപ്പെട്ടു, ശക്തിയെ നൽകുവാൻ നീ തകർക്കപ്പെട്ടു. രക്ഷയെ നൽകി ജീവനയേകി, രക്ഷയെ നൽകി ജീവനയേകി, ദൈവത്തിൻ പ്രത്യാശയോടെ പാടിയാട്ടെ. രക്ഷയെ നൽകി ജീവനയേകി, രക്ഷയെ നൽകി ജീവനയേകി, ദൈവത്തിൻ പൈതലാക്കിയേ. ഓളങ്ങൾ അടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. ഓളങ്ങൾ അടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. പാപത്തിൻ ചങ്ങല അഴിയപ്പെട്ടു, സ്നേഹത്തിൻ ചങ്ങല ധാരിക്കപ്പെട്ടു. പാപത്തിൻ ചങ്ങല അഴിയപ്പെട്ടു, സ്നേഹത്തിൻ ചങ്ങല ധാരിക്കപ്പെട്ടു. ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ലോകാവസാനത്തോളം വിശ്വാസത്തോടെ ഈ ബന്ധം ഇതാ വലുത്, ഈ ബന്ധം ഈ സ്നേഹം വലുത്, ലോകാവസാനത്തോളവും. ഓളങ്ങൾ അടങ്ങാൻ നിൻ വാക്കുമതിയേ,
കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ, ഓളങ്ങൾ അടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. ഓളങ്ങൾ അടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ, അടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. ജീവനെ ഏകുവാൻ നീ മരണപ്പെട്ടു, ശക്തിയെ നൽകുവാൻ നീ തകർക്കപ്പെട്ടു. ജീവനെ ഏകുവാൻ നീ മരണപ്പെട്ടു, ശക്തിയെ നൽകുവാൻ നീ തകർക്കപ്പെട്ടു. രക്ഷയെ നൽകി ജീവനെ ഏകി, രക്ഷയെ നൽകി ജീവനെ ഏകി, ദൈവത്തിൻ പൈതലാക്കിയേ. രക്ഷയെ നൽകി ജീവനെ ഏകി, രക്ഷയെ നൽകി ജീവനെ ഏകി, ദൈവത്തിൻ പൈതലാക്കിയേ. പാപത്തിൻ ചങ്ങല അഴിയപ്പെട്ടു, സ്നേഹത്തിൻ ചങ്ങല ധരിക്കപ്പെട്ടു. പാപത്തിൻ ചങ്ങല അഴിയപ്പെട്ടു, സ്നേഹത്തിൻ ചങ്ങല ധരിക്കപ്പെട്ടു. ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ലോകാവസാനത്തോളവും. ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ലോകാവസാനത്തോളവും. ഓളങ്ങൾ അടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. ഓളങ്ങൾ അടങ്ങാൻ നിൻ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. രക്ഷയെ നൽകി ജീവനെ ഏകി, രക്ഷയെ നൽകി ജീവനെ ഏകി, ദൈവത്തിൻ പൈതലാക്കിയേ. രക്ഷയെ നൽകി ജീവനെ ഏകി, രക്ഷയെ നൽകി ജീവനെ ഏകി, ദൈവത്തിൻ പൈതലാക്കിയേ. ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ലോകാവസാനത്തോളവും. ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ഈ ബന്ധം ശക്തം, ഈ സ്നേഹം വലുത്, ലോകാവസാനത്തോളവും. ഓളങ്ങൾ അടങ്ങാൻ നീ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. ഓളങ്ങൾ അടങ്ങാൻ നീ വാക്കുമതിയേ, കാറ്റിനു ശാന്തമാകാൻ കാലം മതിയേ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. അത്ഭുതമന്ത്രി വീരനാം ദൈവം, അത്ഭുതമന്ത്രി വീരനാം ദൈവം, സമാധാനത്തിൻ പ്രഭുവാ. Hallelujah, 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 hallelujah.
നമുക്ക് ദൈവസന്നിധിയിലെ ഇന്ന് ഹല്ലേലൂയ പകൽവേളയിലെ നമുക്ക് അതേ സ്തോത്രം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എത്രത്തോളം അവിടെ അനുഗ്രഹിപ്പാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ സഹായിപ്പാനായിട്ട് അതിടയായി തന്നല്ലോ. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ അയവിടെ മേലും ഇന്ന് നമുക്ക് വ്യാപരിക്കുവാൻ നമുക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പലതും നഷ്ടമായാലും, പലതും ഇല്ലെങ്കിലും, പലതും എനിക്ക് അത് എത്തിപ്പിടിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും, നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ അതേ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. രാത്രിയെന്നോ പകലെന്നോ ഈ ആണ്ടെന്നോ അടുത്ത ആണ്ടെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ട് ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കാര്യങ്ങൾ ഒത്തിരി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ട് അത് ഇടയായിത്തീരും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. അതേ സ്തോത്രം കർത്താവിന്റെ വേലയ്ക്കായിട്ട് അത് സമർപ്പിക്കാനുള്ള സമയമാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അതേ സ്തോത്രം നിങ്ങളുടെ കരങ്ങളിൽ അതേ ഹല്ലേലൂയ അതേ കരങ്ങളിൽ എടുത്തുകൊണ്ട് സ്തോത്രം കർത്താവിന്റെ അതേ വേലയ്ക്കായിട്ട് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അതേ പോവുകയാണ്. നിങ്ങളുടെ ഭൗതികതയിൽ നിന്ന് സ്തോത്രം നിങ്ങൾ എന്താണ് ആ കരങ്ങൾ അതേ ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് ഹല്ലേലൂയ അതൊന്ന് ചുരുട്ടി പിടിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് ഇടാനില്ലേ? അതേ സ്തോത്രം അർപ്പിക്കാനില്ലേ? നിങ്ങൾ അതേ സ്തോത്രം കൈ ഒന്ന് വിശ്വാസത്തോടെ ചുരുട്ടി പിടിച്ചോട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വംശത്തിൽ കൂടുതൽ പ്രിയപ്പെട്ടവർ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉള്ളത് കർത്താവിനായിട്ടുള്ളതാണ്. കർത്താവിന്റെ വേലയ്ക്കായിട്ട് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കുള്ളതെയും ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് അതിടയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല കർത്താവെ പകലായ സ്തോത്രം. ഈ ആരാധനയിൽ കർത്താവെ കടന്നു വന്ന് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നൂറുകണക്കിന് പേര് ഇതിൽ മീറ്റിംഗിൽ കർത്താവെ ഹല്ലേലൂയ ശ്രദ്ധിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ, അവിടുന്ന് സഹായിക്കുമാറാകണമേ, ദൈവത്തിന്റെ കൃപയിൽ എല്ലാവരെയും നിർത്തുമാറാകണമേ. പല ഭൗതികമായ സാഹചര്യങ്ങൾ കർത്താവെ ഇല്ലെങ്കിലും മോശമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, ബലഹീനതയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, രോഗികളായവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സൗഖ്യം അവിടെ മേൽ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ കർത്താവെ അതേ ഹല്ലേലൂയ വൈറസിന്റെ കർത്താവെ പിടിയിലായിരിക്കും ചില പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കർത്താവെ പല രാജ്യങ്ങളിലുണ്ടല്ലോ, അവർ വിളിച്ചു പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ കർത്താവെ രോഗത്തിന് പിടിയിൽ ആദ്യം അമർന്നിരിക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ പകലിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരുടെ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ കർത്താവെ ഹല്ലേലൂയ മറ്റു ഭൗതിക വിഷയത്തിൽ ജോലി നഷ്ടപ്പെടുമോ, ഇനിയും കർത്താവെ മുൻപോട്ട് അതേ എനിക്ക് സാലറി ലഭിച്ചിട്ടില്ല എന്ന കർത്താവെ ചിന്തയിൽ ഒക്കെ ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവെ ശ്രദ്ധിക്കുന്നു. കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. കർത്താവെ ഞങ്ങൾക്കൊന്നുമില്ലെങ്കിലും ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇപ്പോൾ കർത്താവിന്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തോടെ ആ കരങ്ങളിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഈ കർത്താവെ നന്മയെ ദൈവം അനുഗ്രഹിക്കണമേ. അവരെ കർത്താവെ അതേ സ്തോത്രം വലിയ നന്മയായി തീരുവാനിടയാകണമേ. കർത്താവെ ഹല്ലേലൂയ. അവിടെ പലരും ഇല്ലായ്മയിൽ നിന്നും കർത്താവെ അങ്ങേ സ്നേഹിച്ച് ഞങ്ങളുടെ പേരിയെ സ്നേഹിച്ച് കർത്താവെ ചെയ്യുമ്പോൾ അവർക്കുള്ളതിനെ ദൈവം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. അവർക്കൊന്നിനും ഒരു കുറവ് വരാതെ ദൈവം നടത്തണം, ദൈവത്തിൽ തന്നെ ആനന്ദിക്കുവാൻ ദൈവരെ സഹായിക്കുമാറാകണം. കർത്താവെ ഹല്ലേലൂയ. ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിശ്വാസ സ്ഥിരത നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസ സ്ഥിരതയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. ഹംസത്തിലായിരുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോടനായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അതേ ദേശത്തിന് വേണ്ടി രാജ്യ വിടുതലിന് വേണ്ടി ഒരു നിമിഷം കൂടെ മധ്യസ്ഥത കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ശിവശാനെ മുൻപോട്ട് വന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. എല്ലാ ദൈവമക്കളും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആരാധന സ്തോത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടിലാണോ, നിങ്ങളുടെ ഹോസ്റ്റലാണോ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. നമ്മളെ തന്നെ കർത്താവെ രോഗികളായിരിക്കും അനേകർ. സ്തോത്രം. ഏത് രാജ്യമോ അതേ വ്യക്തിയോ നമുക്കതൊന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷെ നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ അമേരിക്കയുടെ, UK-യുടെ അതേ സ്തോത്രം, യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതോടൊപ്പം ഏഷ്യൻ രാജ്യങ്ങൾ, GCC എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സൗഖ്യം അവിടെ മേൽ എല്ലാവരുടെ മേലും ഇറങ്ങി വരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്ര. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവരും വിശ്വാസത്തോടെ ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവേ അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടങ്ങളെ ദൈവം ജ്ഞാനം കൊടുക്കേണ്ടതിനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ എല്ലാവരുടെ മേലും ധൈര്യവും പ്രത്യാശയും കൃപയും ദൈവം പകരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ഈ ഹോം ചർച്ചിൽ പങ്കെടുത്ത ഓരോ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ബദേൽ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ശേഷം
ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, പിതാവേ, നല്ല വാഗ്ദാനത്തിനാണ് നന്ദിയോടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. പല രാജ്യങ്ങളിലായി വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവങ്ങളായി സ്തോത്രം. വിശേഷം എല്ലാ രോഗികളും വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഹോസ്പിറ്റൽ ഭവനങ്ങളൊക്കെ ആയിരിക്കുന്ന എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന സൗഖ്യമാക്കുന്നയോ കർത്താവേ, അങ്ങേക്ക് മാത്രമേ സൗഖ്യമാക്കാൻ കഴിയുള്ളൂ. ഒരു മരുന്നിനും കഴിയാത്ത ഒരു ഡോക്ടർമാർക്ക് കഴിയാത്ത അവിടെ തൊട്ട് സുഖപ്പെടുത്തണം. അങ്ങ് വൈറസ് ബാധ അങ്ങ് പൂർണ്ണമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റിമാറാകണം. രാജ്യത്തിൽ നിന്ന് മാറ്റിമാറാകണമേ. രോഗികളായിട്ട് ഹോസ്പിറ്റൽ ഭവനങ്ങളായിരിക്കും എല്ലാ മക്കൾക്കും അവരോട് കരുണ കാണിക്കണമേ. താവയോട് മനസ്സറിയണമേ അപ്പച്ച. അവിടെ സൗഖ്യമാക്കണം അപ്പച്ച. ഇപ്പോൾ ക്വാറന്റൈനിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പച്ച. അവരോട് അവിടുന്ന് കരുണ ചെയ്യണമേ. അവിടുന്ന് അവരെ പൂർണ്ണമായിട്ട് അവിടുന്ന് അവരെ സുഖപ്പെടുത്തി അതിൻ്റെ കർത്താവ് ഒരു നെഗറ്റീവ് റിസൾട്ട് ലഭിക്കാൻ തക്കണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം അപ്പച്ച. ലോകത്തിന് ഭീതിയാ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പച്ച. അവരെയും അവിടുന്ന് കരുതിക്കൊള്ളണമേ, സൂക്ഷിക്കണമേ. ഈ സമയം ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും നേഴ്സസിനെയും ഓർത്ത് പ്രാർത്ഥിക്കണം അപ്പച്ച. കർത്താവേ, അവരെ അവിടെ സൂക്ഷിക്കണമേ. മറ്റു രക്തക്കോട്ട് മറിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. അവർ കർത്താവിന് വേണ്ടി ചെയ്യുന്ന വേല ഇന്നും കർത്താവ് നിന്നോണം അവരോരോന്ന് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. സാമ്പത്തികം ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട് പിതാവേ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് പിതാവേ. എല്ലാം കർത്താവ് സഹായിക്കണമേ. ഞെരുക്കത്തോട്ട് കടന്നു പോകുന്നവർക്ക് വിശാലതയിലേക്ക് അവരെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും സ്ഥാനത്ത് അവരെ സൂക്ഷിച്ചു കൊള്ളണം. ആരെയും ദുഷ്ടത്തോട് സമ്മതിക്കാത്ത അപ്പച്ച. വചനം കേട്ട എല്ലാ ദൈവങ്ങൾക്കായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. സഭയിലുള്ള എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ആയിരിക്കും സ്ഥാനത്ത് പല രാജ്യങ്ങളായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം നാമത്തെ സൂക്ഷിച്ചു പറഞ്ഞ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത എല്ലാ ദൈവങ്ങളെയും അനുഗ്രഹിച്ച് സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിപ്പാത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കുറവുകളും തെറ്റുമൊക്കെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. സകല മാനവത്തോട് നേരിടണമേ. യേശു ക്രിസ്തു നാം ചോദിക്കുന്നു. ദേവന്റെ കേൾക്കണം പരിശുദ്ധ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന പിതാവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരോടും കർത്താവിന്റെ നാമത്തിലെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ആരാധനയെ നയിച്ച പ്രിയ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഹോം ചർച്ചിൽ പങ്കെടുത്ത മുഴുവൻ കുടുംബങ്ങളോടും ഈ ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് ഇനിയും കർത്താവിന്റെ കൂട്ടായ്മയിലായിരിക്കാം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ്.